Hello. Welcome to Market Discussion of the Day. Today, January 8, 2025, Thursday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ ഫ്രീ ആയിട്ടുള്ള ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 5 എന്താ പറയുക പാർട്ടായിട്ടാണ് ഞാനിപ്പോൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ എന്താ പറയുക ഈ ആദ്യത്തെ 5 പാർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറും ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്യാവുന്നതുമാണ്. സോ ബേസിക്കലി 6-ാമത്തെയും 7-ാമത്തെയും പാർട്ട് ഈ ഒരു വീക്കെൻഡോട് കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യാന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെന്റൽ സൈഡ്, ഒരുപാട് ഭയങ്കരമായ ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇന്നലെ റഷ്യയുടെ ഫ്ലാഗ് ഉള്ള 2 കപ്പലുകൾ US പിടിച്ചെടുത്തു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഒരു ന്യൂസാണ്. ഓക്കെ, സോ ഈ ഓൾറെഡി ഒരുപാട് കാര്യങ്ങൾ പുകയുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ ഒരു പ്രശ്നം കൂടെ ആകുമ്പോൾ അത് ഉറപ്പായിട്ടും US സെഷനിലൊക്കെ മാർക്കറ്റ് തീ പിടിച്ച അവസ്ഥയിലാവും. മാർക്കറ്റ് എങ്ങോട്ടെങ്കിലുമൊക്കെ ഓടാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ അതിനെ സംബന്ധിച്ച് റഷ്യയിൽ നിന്ന് എന്തൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നു, ചൈനയിൽ നിന്ന് എന്തൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നു, US നിന്ന് എന്തൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി കാണേണ്ടതായിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ അതുകൂടാതെ റിപ്പബ്ലിക്കൻ പാർട്ടി, അതായത് ഡൊണാൾഡ് ട്രംപിൻ്റെ പാർട്ടിയുടെ അകത്ത് തന്നെ പല രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, പല ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ന്യൂസിൽ വരുന്നുണ്ട്. സോ അതിനെ ബന്ധപ്പെടുത്തി ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് വരാനായിട്ട് കിടപ്പുണ്ട്. ഓക്കെ, സോ അതെല്ലാം നമ്മളുടെ ഇന്നത്തെ ദിവസം US സെഷന് നമുക്കതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുകയും ചെയ്യാം. അതേപോലെ തന്നെ UK ചെറിയ രീതിയിൽ US ചെയ്തതിനെതിരെയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും UK നിന്ന് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം ഇന്ന് ട്രേഡിലോട്ട് ഇറങ്ങാൻ. ഉറപ്പായിട്ടും ട്രേഡ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ട്രേഡ് എടുക്കുന്നതിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ട് ട്രേഡ് ചെയ്യണം എന്നത് മാത്രമാണ് എനിക്ക് നിങ്ങളടുത്ത് എല്ലാവരുടെടുത്തും എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യം. ഓക്കെ, സോ അതേപോലെ വേറെ കുറേ കാര്യങ്ങൾ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളുടെ US-ഉം വെനസ്വേലയും തമ്മിലുള്ള ആ ഒരു പ്രശ്നം, അല്ലെങ്കിൽ വെനസ്വേലയുടെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യമൊക്കെ നമുക്കറിയാം അല്ലേ. സോ വെനസ്വേലയിൽ നിന്ന് മില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ ക്രൂഡ് ഓയിൽ US-ലോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, സോ ബേസിക്കലി എന്താ പറയുക, ക്രൂഡ് ഓയിൽ വെനസ്വേല ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് കൊടുക്കാൻ സമ്മതിക്കാതിരുന്ന US എന്ത് ചെയ്തു? US ആ ഒരു രാജ്യം പിടിച്ചെടുക്കിയതിന് ശേഷം അവിടുത്തെ ക്രൂഡ് ഓയിൽ, മില്യൺസ് ഓഫ് ബാരൽസ് ഓഫ് ക്രൂഡ് ഓയിൽ US-ലോട്ട് കൊണ്ടുപോയി അത് ബാക്കിയുള്ള ലോക രാജ്യങ്ങൾക്ക് വിൽക്കുകയാണ് അവരുടെ മെയിനായിട്ടുള്ള പദ്ധതി എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ആൾക്കാർ ഇതിനെക്കുറിച്ച് പറയുന്നത് അല്ലേ. സോ ബേസിക്കലി ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിനെതിരെ നമ്മുടെ റഷ്യ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, റഷ്യ എന്താ പറയുക, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം വെനസ്വേല എന്ന് പറയാം, അല്ലെങ്കിൽ ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന ഒരു രാജ്യം US-ന്റെ കയ്യിലായാൽ അത് നല്ലതായിരിക്കും US-നും അല്ലെങ്കിൽ ഗ്രീൻലാൻഡിനും നല്ലതായിരിക്കും എന്നുള്ളൊരു കാര്യം പറഞ്ഞ ഒരു രാജ്യമാണ് റഷ്യ. ഓക്കെ, സോ റഷ്യ ചോദിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ റഷ്യ യുക്രൈൻ പിടിച്ചെടുക്കുന്നതിൽ എന്തിനാണ് US ഇടപെടുന്നത്? നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടുന്നില്ലല്ലോ, നമ്മുടെ കാര്യത്തിൽ നിങ്ങളും ഇടപെടരുത് എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ റഷ്യയിൽ നിന്ന് വരുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനത്തുള്ള കുറേ കാര്യങ്ങൾ എന്താ പറയുക നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. റഷ്യയിൽ നിന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് ഉച്ചയ്ക്ക് 2:30-ക്ക് ശേഷം നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി വേണം ഇന്നത്തെ ദിവസം ട്രേഡിലോട്ട് ഇറങ്ങാൻ. വളരെ സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, വളരെ സെൻസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, സാമ്പത്തിക മേഖലയിൽ ഇതിലും ഇത്രയും വലിയൊരു ഇഷ്യൂസൊക്കെ നടന്നിട്ടുണ്ടോ എന്ന് പോലും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഓക്കെ, അത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ടോപ്പിക്കാണ് ഇതൊക്കെ. അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ഒരു കാരണവശാലും ട്രേഡിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ നമ്മൾ നേരെ നമ്മളുടെ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകളിലോട്ട് വരാം. ഓക്കെ, സോ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ പറഞ്ഞു പോകുമ്പോൾ
നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നലെ നമുക്ക് ISM സർവീസ് PMIയുടെ ന്യൂസ് ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് ഉണ്ടായിരുന്നു. അത് പ്രീവിയസിനെ സംബന്ധിച്ച് നോക്കാൻ നേരത്ത് ബെറ്റർ ആയിട്ടുള്ളൊരു റിസൾട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, പക്ഷേ ഫോർകാസ്റ്റ് വെച്ച് നോക്കാൻ നേരത്ത് കുറച്ച് കുറവാണ്. ISM സർവീസ് PMIയുടെ ന്യൂസ് ഉണ്ടായിരുന്നു, അത് കുറച്ച് പോസിറ്റീവായിട്ടാണ് വന്നത്. ജോബ് ഓപ്പണിംഗ് ചെറിയ രീതിയിൽ നെഗറ്റീവായിട്ടാണ് വന്നത്. ഓക്കെ, സോ അതേപോലെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് അതും ചെറിയ രീതിയിൽ നെഗറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ് ഇന്നലെ വന്നത് എന്നുള്ളൊരു കാര്യമൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. സോ ഇന്ന് നമുക്ക് മെയിനായിട്ടുള്ള ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഎംപ്ലോയ്മെൻറ്റ് ചേഞ്ച്. എല്ലാ വ്യാഴാഴ്ചയും വരുന്ന അൺഎംപ്ലോയ്മെൻറ്റ് ചേഞ്ചിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. രാത്രി 7 മണിക്കാണ് ന്യൂസ് വരുന്നത്. സോ ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ മാർക്കറ്റ് കത്തുന്ന സമയമായിരിക്കും കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നത്. സോ നിങ്ങൾക്ക് എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. സോ നമുക്ക് ഒരുപാട് ന്യൂസ് ചാനൽസ്, ഫോബ്സ് പോലത്തുള്ള ചാനൽ ഫോളോ ചെയ്താൽ ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ CNN ന്യൂസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡെമോക്രാറ്റിക് പാർട്ടി, അതായത് US തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സും ന്യൂസുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ UK എന്നുള്ള ന്യൂസുകൾ നമുക്ക് BBC റെഫർ ചെയ്താൽ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ചൈനയുടെ ന്യൂസ്, ചൈന ടുഡേ പോലത്തുള്ള ന്യൂസുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കതെല്ലാം കാണാനായിട്ട് പറ്റുകയും ചെയ്യും. ഓക്കെ, സോ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഉറപ്പായിട്ടും ഇതെല്ലാം കണ്ട് നമ്മൾ വെറുതെ എന്താ പറയുക കൺഫ്യൂസ്ഡ് ആവണം എന്നുള്ളതല്ല എൻ്റെ പോയിന്റ്. എൻ്റെ പോയിന്റ് എന്താ വെച്ചാൽ നമ്മൾ ഡിസിഷൻസ് എടുക്കുമ്പോൾ കെയർഫുള്ളായിട്ട് എടുക്കണം എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, കാരണം ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആക്ച്വലി എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയാണ് ഈവൻ ട്രേഡ് എടുക്കാനായിട്ട്. പക്ഷെ നമുക്ക് ചെറിയ രീതിയിലുള്ള നമ്മളുടെ ക്യാപിറ്റലിന് ഓക്കെ ആയിട്ടുള്ള ട്രേഡുകൾ നമുക്ക് എടുത്ത് പോകുന്നുണ്ട്, യാതൊരു തെറ്റുമില്ല എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ നമുക്ക് നാളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോൺ ഫാം പേറോളിൻ്റെ ന്യൂസ് ഉണ്ട്. സോ അതിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് എല്ലാവർക്കും നല്ലതായിരിക്കും. നാളെ ഇന്ത്യൻ ടൈമിംഗ് 7 മണിക്കാണ് നോൺ ഫാം പേറോളിൻ്റെ ന്യൂസ് വരുന്നത്. ഓക്കെ, സോ അതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു പോകാനായിട്ടുള്ളത്. നാളത്തെ ദിവസം നമുക്ക് ഓവർ ലോട്ട് സൈസ് എടുത്ത് പെട്ട് പോവാതിരിക്കുക ട്രേഡിനകത്ത്. അത് ഇത്രയും വലിയ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസ് നടക്കുന്നതിൻ്റെ കൂടെ നോൺ ഫാം പേറോളിൻ്റെ കൂടെ ന്യൂസ് വന്നു കഴിഞ്ഞാൽ എന്തായിത്തീരും എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തിയിട്ട് വേണം ട്രേഡ് എടുക്കാൻ. ട്രേഡ് എടുത്താൽ ഉറപ്പായിട്ടും സ്റ്റോപ്പ് ലോസ് ഇടാതെ ട്രേഡ് എടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ലോസുകൾ മാത്രമേ, അല്ലെങ്കിൽ ലോസുകളും ആയിട്ടുള്ള എന്താ പറയുക ലോട്ട് സൈസുകൾ മാത്രമേ നിങ്ങൾ എടുക്കാനും പാടുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എല്ലാ ദിവസവും പറയുന്നത് പോലെ JPYയിലോട്ട് പോവാം. ഓക്കെ, സോ JPY 156.626 എന്ന് പറയുന്ന റേഞ്ചിൽ മാർക്കറ്റ് നിൽക്കുന്നു. ഓക്കെ, സോ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ഒരു റേഞ്ച് ഉണ്ടായിരുന്നു. എവിടെ നിന്നാണ് ബൈ പോയിന്റ് JPYയുടെ 156.1, 156.2. ഈ ഒരു ബൈ പോയിന്റ് നമുക്ക് നാളെ നോൺ ഫാം പേറോൾ ആണ്, അതിന് മുന്നേ ആയിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ ഇത് ആപ്ലിക്കബിൾ അല്ല. അത് കഴിഞ്ഞിട്ട് പോയിട്ട് 156 അവിടെ പോയി എടുത്തിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, 156 അവിടെ നമ്മൾ ബൈ ചെയ്യുന്ന ആൾക്കാർ 155.40 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ട് പാലിച്ച് പോവുകയും ചെയ്യണം. ഓക്കെ, സോ ഇതാണ് എനിക്ക് JPYയിൽ പറയാനായിട്ടുള്ളത്. ഇന്നലെ നമ്മൾ ഓപ്പർച്യൂണിറ്റി പറഞ്ഞതാണ്, പക്ഷേ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ മെനഞ്ഞാൽ 156 അവിടെ കിട്ടി. ഓൾമോസ്റ്റ് ഒരു 70 to 80 പിപ്സിൻ്റെ പ്രോഫിറ്റ് നമ്മൾ JPYയിൽ ഉണ്ടാക്കുകയും ചെയ്തു അല്ലേ. സോ ഇതാണ് എനിക്ക് JPYയിൽ പറഞ്ഞു തരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പോൾ GBP നമുക്ക് തിങ്കളാഴ്ച 1.3400 അവിടെ ബൈ എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് ഒരു 150 പിപ്പിൻ്റെ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി പോലും നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ വെയിറ്റിംഗിൽ തന്നെയാണ്. വീണ്ടും നമുക്ക് 1.3400 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ളൊരു ബൈ ആണ് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു ബൈ എൻട്രി നമുക്ക് GBPയിൽ. ഓക്കെ, ഇല്ലാത്ത പക്ഷം മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്നും കൂടെ ഞാൻ പറഞ്ഞു പോവാണ്. 1.3400 അവിടുത്തെ ബൈ ചെയ്യുന്ന ആൾക്കാർ 3380 അവിടെ എങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതായിട്ടുണ്ട്. 3360 താഴെയായിട്ടെങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതായിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. സോ നേരെ നമ്മളുടെ യൂറോയിലോട്ട് വരുമ്പോൾ 1.1677 മാർക്കറ്റ് നിൽക്കുന്നു. 1.1677 നിൽക്കുന്നു. നമുക്ക് യൂറോയിൽ തൽക്കാലം ട്രേഡ് മാറി നിൽക്കുക. നമുക്ക് അടുത്ത ആഴ്ച ട്രേഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പക്ഷേ എന്നിരുന്നാലും
1.1800 അവിടെ നിന്നൊരു സെൽ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് സെല്ലെടുക്കാം. അല്ലാത്ത പക്ഷം 1.1800 നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ എൻട്രി എടുക്കാം. ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് യൂറോ USD ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഉറപ്പായിട്ടും സ്റ്റോപ്പ് ലോസ് ഇട്ട് മാത്രമേ യൂറോയിൽ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യം ഞാൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു പോവുകയാണ് നിങ്ങളുടെ അടുത്ത്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ കച്ചവടം യൂറോയിൽ പ്രത്യേകിച്ച് ഇല്ല എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ നമ്മളുടെ ഗോൾഡിലോട്ട് വരുമ്പോൾ ഗോൾഡ് ഇന്നലെ നമ്മൾ പറഞ്ഞ 4430 എന്ന് പറഞ്ഞ റേഞ്ച് നമുക്ക് 2 വട്ടമാണ് ഇന്നലെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, 4430 റേഞ്ചിൽ നമുക്ക് ഇന്നലെ 2 വട്ടം നമുക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട് അല്ലേ. സോ മാർക്കറ്റ് ഇന്നലെ മാർക്കറ്റ് താഴെ പോയപ്പോൾ 4428 വരെ പോയി മാർക്കറ്റ്. അതിനുശേഷം 4452 വരെ തൊട്ടടുത്ത ക്യാൻഡിൽ കൊണ്ടുപോയി. അവിടെ തന്നെ ഓൾമോസ്റ്റ് ഒരു 200 പിപ്പിൻ്റെ പ്രോഫിറ്റ് പല ആൾക്കാരും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും 4430 അവിടെ വീണ്ടും വന്നു. അത് ഓൾമോസ്റ്റ് 60-65 റേഞ്ച് വരെ പോയിട്ടുണ്ട്. ഇന്നലെ 4430 എന്ന് ഞാൻ പറഞ്ഞ ആ ഒരു ഓപ്പർച്യൂണിറ്റി എടുത്തിട്ടുള്ള ആൾക്കാരെല്ലാം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്, ഓക്കെ, ഒരാഴ്ച വേണ്ടുന്ന പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യത്തിനകത്ത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, പല ആൾക്കാരും പറയുകയും ചെയ്തു അത് 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 നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളൊരു കാര്യം. ഓക്കെ, സോ 4430 അവിടെ തന്നെയാണ് വീണ്ടും ഇന്നത്തെ ദിവസത്തെ ബൈ എൻട്രി. ഓക്കെ, 4430 അവിടെ ബൈ എടുക്കുന്ന ആൾക്കാർ മിനിമം ഒരു $15 എങ്കിലും, അതായത് 4415 താഴെയായിട്ടെങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കണം. ഓക്കെ, ടേക്ക് പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ 1:1.5 റേഷ്യോയിലൊക്കെ ടേക്ക് പ്രോഫിറ്റ് എടുത്ത് മാറാവുന്നതുമാണ്. ഓക്കെ, കാരണം നമുക്ക് ഭയങ്കരമായ ഓപ്പർച്യൂണിറ്റി ആണോ എന്നതിൻ്റെ അടുത്ത് ചോദിച്ചാൽ ഉറപ്പായിട്ട് മാർക്കറ്റിൽ ഒരു അപ് ട്രെൻഡ് തന്നെയാണ്. നമുക്കൊരു റീട്രേസ്മെൻറ്റ് കിട്ടിയ ഒരു അവസരമാണിത്. ഓക്കെ, സോ ഈ അവസരം നമ്മൾ മുതലാക്കി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇന്ന് നമുക്ക് ഹൈ വന്നപ്പോൾ ഓൾമോസ്റ്റ് 4466 വരെയൊക്കെയാണ് പോയത് അല്ലേ. സോ ഒരു റീട്രേസ്മെൻറ്റ് സോണിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടുന്ന് തിരിച്ച് മുകളിലോട്ട് കയറി പോകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തിരിച്ച് മുകളിലോട്ട് കയറി പോയാൽ ഉറപ്പായിട്ടും നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും. സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ കച്ചവടം ചെയ്യരുത് എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് പല ആൾക്കാരും എൻ്റെ അടുത്ത് നിങ്ങൾ ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ അത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോക്കറാണ്. സോ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നമ്മളുടെ സ്റ്റാർ ട്രേഡറിലെ ഏതൊരു ബ്രോക്കർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് നമ്മൾ അതിൻ്റെ റെഗുലേഷൻസ് തന്നെയാണ്. ഓക്കെ, സോ റെഗുലേഷൻസിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമുക്ക് UAE ബേസ് ചെയ്തിട്ടുള്ള സ്കാഡർ റെഗുലേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള ASICയുടെ റെഗുലേഷനും സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ടുള്ള FSCയുടെ റെഗുലേഷനും ഉള്ള ഒരു ബ്രോക്കറാണ്. അതിൻ്റെ കൂടെ ടൈറ്റ് ആയിട്ടുള്ള സ്പ്രെഡും സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി എന്നെ കോൺടാക്ട് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സ്വാപ്പ് ഫ്രീ അക്കൗണ്ട് നമുക്ക് ചെയ്തു തരാം. ഓക്കെ, അത് എന്താ പറയുക, 14 ദിവസത്തേക്കാണ് സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സ് ഉള്ളത്. സോ ഇന്ത്യൻ കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഒരു ബോണസ് പ്രോഗ്രാമും ഉണ്ട്. യൂറോപ്യൻ കസ്റ്റമേഴ്സ് ആണെങ്കിൽ കൂടുതലാണ്. ഇന്ത്യൻ കസ്റ്റമേഴ്സ് ആണെങ്കിൽ $1500 50% ബോണസും ടോട്ടൽ എത്രയാണെന്ന് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസുമാണ് കമ്പനി തരുന്നത്. സോ ഈ ഒരു ബോണസ് നിങ്ങൾക്ക് മാർച്ച് 31 വരെയാണ് ഈ ഒരു ബോണസ് ഉള്ളത്. അതായത് 500 ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് $750 ട്രേഡ് ചെയ്യുകയും ബാക്കി എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്തത് അതിൻ്റെ 20% ബോണസും കമ്പനി തരികയും ചെയ്യും. യൂറോപ്യൻ ക്ലയൻസ് ആണെങ്കിൽ $1000 100% ബോണസ്, 1000 ഇടുന്ന ആൾക്ക് $2000 ട്രേഡ് ചെയ്യുകയും ബാക്കി എത്രയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസ് കമ്പനി തരികയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു ബോണസ് പ്രോഗ്രാം ബേസിക്കലി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ളത് നമ്മളുടെ GBP USD പോലത്തുള്ള കറൻസി താഴെ വീണ് കിട്ടിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു ബോണസ് നിങ്ങൾക്ക് എടുത്ത് പോകാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ 1.3300 1.3200 അവിടെയൊക്കെ GBP കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് നല്ലൊരു ബൈ എൻട്രി എടുത്ത് ഹോൾഡ് ചെയ്യാനായിട്ട് ഈ ഒരു ബോണസ് നിങ്ങളെ സഹായിക്കും. ഓക്കെ, സോ അതേപോലെ തന്നെ ക്രൂഡ് ഓയിൽ, ഞാൻ ഇതിനകത്ത് ക്രൂഡ് ഓയിൽ ഇന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ ഇന്നൊരു ഭയങ്കരമായ താഴ്ചയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ക്രൂഡ് ഓയിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കാലം മുന്നേ നമുക്കൊരു വീക്ക്ലി ക്യാൻഡിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, എവിടെ കിടന്നതാണ് ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് എന്നൊക്കെയുള്ളൊരു കാര്യം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ
ഇപ്പോൾ ബേസിക്കലി എൻ്റെ മൗസിനൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ കൈ അല്ലാതെയാണ് ചെയ്യുന്നത് കേട്ടോ, അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഇത് കൊണ്ടുവരാൻ പറ്റാത്തത്. ഓക്കെ, സോ നമുക്കൊരു 2024 സമയത്തൊക്കെ ബാരലിന് $100 ഇരുന്ന സമയത്ത്, ഓക്കെ, നിങ്ങൾ ആലോചിച്ച് ഈ ഒരു സമയത്ത് നിന്ന് ഇപ്പോൾ 56 ഇപ്പോൾ നമ്മളുടെ ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ്. ഓക്കെ, സോ ഇത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ഇപ്പോൾ വീണ്ടും നമുക്ക് വെനസ്വേല പോലത്തുള്ള രാജ്യങ്ങളിൽ ക്രൂഡ് ഓയിലിൻ്റെ ശേഖരം, ക്രൂഡ് ഓയിൽ US നിന്ന് എടുത്തിട്ട് അതിൻ്റെ സപ്ലൈ കൂടുകയാണ് അല്ലേ. സപ്ലൈ കൂടിക്കൊണ്ടിരിക്കുകയാണ് ക്രൂഡ് ഓയിലിൻ്റെ. അപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ സപ്ലൈ കൂടുമ്പം എന്ത് സംഭവിക്കും? അതിൻ്റെ ഡിമാൻഡ് കുറയുകയും റേറ്റ് കുറയുകയും ചെയ്യും. ഓക്കെ, സോ ഇപ്പോൾ 56.22 നിൽക്കുന്നു. ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 40-45 വരെ പോകാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ അങ്ങനെയൊക്കെ പോയാൽ നമുക്കൊരു ലോങ്ങർ ടേമിലോട്ട് ഒരു ലോട്ടൊക്കെ കച്ചവടം ചെയ്ത് ഒരു 40-45 നിന്ന് നമുക്കൊരു 70-75 റേഞ്ചിലോട്ടൊക്കെ മാർക്കറ്റ് പോയാൽ നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് നമുക്ക് അതിനകത്ത് ജനറേറ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു പോകാനായിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, ഒരു ലോങ്ങർ ടേമിലോട്ട് നമ്മൾ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കറിയാം എന്താണ്, നമ്മൾ ഓരോ ദിവസങ്ങളിൽ നമ്മൾ ട്രേഡ് എടുത്ത് ഹോൾഡ് ചെയ്യാൻ നേരത്തെ എന്ത് സംഭവിക്കും, നമുക്ക് നല്ല രീതിയിലുള്ള സ്വാപ്പ് ഓരോ ബ്രോക്കേഴ്സും പിടിക്കും അല്ലേ. സോ സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സ് സ്റ്റാർ ട്രേഡർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ അടുത്ത് ഡയറക്റ്റ്ലി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും നിങ്ങളടുത്ത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത്. എല്ലാവർക്കും ഗുഡ് ബൈ.